നമ്മളൊക്കെ ദുൽഹജ്ജ മാസത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദുൽഹജ്ജ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് ഇജാബത്ത് നൽകുന്ന അതിവിശിഷ്ടമായ ദിനരാത്രങ്ങളാണ് ദുൽഹജ്ജ മാസത്തിലുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ദുനിയാവിൽ നാം ഏതു പ്രതിസന്ധികളിൽ അകപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മോചനം ചോദിക്കാനും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വലിയൊരു ഫത്ഹ് ലഭിക്കാനും ഒരു തുറസ് എല്ലാ വിഷയങ്ങളിലും നമുക്ക് നല്ലൊരു തുറന്നു കിട്ടലുണ്ടായി കിട്ടാനും കാരണമാകുന്ന വളരെ സവിശേഷമേറിയ മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളാണ്. നമ്മളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തു പ്രതിസന്ധികളുണ്ടോ റബ്ബിനോട് നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു പരിഹാരം ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന സമയമാണ്. എന്നാൽ പലപ്പോഴും ഇത് നെവർമെൻ്റാക്കി കാണാനുള്ള സാധ്യത ഉണ്ട്. ദുൽഹിജ്ജ 10 അടുക്കുന്ന സമയത്തൊക്കെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ള സമയമാണ് അറഫ ദിവസമൊക്കെ. ആ ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാളിൻ്റെ കളക്ഷൻ, അതിൻ്റെ പർച്ചേസിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ സമയം ഇങ്ങനെ ചിലവാക്കുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ആ സവിശേഷമേറിയ സമയങ്ങൾ നഷ്ടപ്പെടുകയാണ്. അതിനൊന്നും സമയം ചെലവഴിക്കേണ്ടെന്നല്ല പറയുന്നത്. അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇബാദത്തുകൾ ധാരാളം സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് ബാക്കിയുള്ള സമയമൊക്കെ അതിന് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇനി അടുത്തൊരു ദുൽഹിജ്ജ മാസത്തിലേക്കോ ഒരു അറഫ ദിവസത്തിലേക്കോ ഇത്ര ശ്രേഷ്ഠമേറിയ സമയങ്ങളിലേക്കോ നമുക്ക് അള്ളാഹു ആഫിയത്തിന്, ആരോഗ്യത്തിന് നീട്ടിത്തരുമോ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം ഇതേപോലെ ദുൽഹിജ്ജ മാസത്തിലുണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ആറടി മണ്ണിലാണ്. അവർക്കതിനുള്ള അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ മാസത്തിൽ നാം ചെയ്യേണ്ടുന്ന, നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണർത്തുന്നത്. നിങ്ങളിത് പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറാത്തുകൾ നൽകട്ടെ. സാധാരണ നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ചൊവ്വാഴ്ച മാത്രമാണ് കൺസൾട്ടേഷൻ ഉള്ളത്. അന്നത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്. ബുക്ക് ചെയ്യാൻ വേണ്ടിയും ഞായറാഴ്ച 10 മണിക്കാണ് വിളിക്കേണ്ടത്. അതിൻ്റെ മുമ്പ് നമ്മൾ ബുക്കിംഗ് അന്നത്തെ ദിവസത്തേക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബുക്ക് ചെയ്യാതെ പലരും വരുന്നുണ്ട്. അങ്ങനെ വരരുതെന്ന് ഓർമ്മപ്പെടുത്തണം. നമുക്ക് നോക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളും സ്ഥലങ്ങളും ഒരുപോലെയല്ല. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് മക്കയും മദീനയും വളരെ പുണ്യമുള്ള സ്ഥലമാണ്, നമുക്കറിയാം. എല്ലാ സ്ഥലങ്ങളെ പോലെയല്ല. സമയങ്ങളും എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല. സ്ഥലം എല്ലാ സ്ഥലവും ഒരുപോലെയല്ലാത്തതുപോലെ തന്നെ സമയവും എല്ലാ സമയവും ഒരുപോലെയല്ല. സമയങ്ങളിൽ ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ലൈലത്തുൽ ഖദ്ർ, വിശുദ്ധ റമളാൻ, ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമേറിയ സമയങ്ങളിൽപ്പെട്ട സമയമാണ്, മാസമാണ്, അല്ലേ? ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിവസം ആഴ്ചയിൽ വെച്ച് നോക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ എല്ലാ സമയത്തിലും ഓരോ സമയത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അത് അമ്പിയാക്കളുടെ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വെച്ച് അമ്പിയാക്കൾക്കും സ്വഹാബാക്കൾക്കും മറ്റുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അത് നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഔലിയാക്കൾക്ക് നമ്മളെക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അവർ ഉന്നതങ്ങളിലുള്ളവരാണ്. മലക്കുകളിലുമുണ്ട് പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോൾ എല്ലാവരും ഒരുപോലെയല്ല. എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല. എല്ലാ സമയവും ഒരുപോലെയല്ല. എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല. ദിവസങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അത് മറ്റുള്ള ദിവസങ്ങളെക്കാളും പ്രാധാന്യമുണ്ട്. അത് ഖുർആൻ തന്നെ സത്യം ചെയ്ത് പറഞ്ഞതാണ്. ഖാലല്ലാഹു അസ്സ വജൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ. വളരെ ശ്രേഷ്ഠമേറിയ ആയത്ത്. ഈ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറയുന്ന അശ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ദുൽഹിജ്ജയിലെ അശ്ർ ആണ്. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണെന്ന് മഹാന്മാർ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾക്ക് ഇത്രമേൽ ശ്രേഷ്ഠമേറിയ
ഇത്രമേൽ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങൾ വേറെ ഇല്ല എന്ന് തന്നെയാണ് ഹദീസിലുള്ളത്. നോക്കൂ, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാമിൽ ആശിർ. ഈ ദിവസങ്ങളേക്കാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് സ്വീകരിക്കാൻ ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങൾ ഇല്ല തന്നെ. ഫഖാലു, ഇത് കേട്ടപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ആ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ജീവൻ ത്യജിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നതിനേക്കാളും ശ്രേഷ്ഠതയുള്ളതാണോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ മിൻ ദാലിക ബിശൈഅ, അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട് യാത്ര പോയിട്ട് ആ യുദ്ധത്തിൽ വെച്ച് തന്നെ വഫാത്തായി ഷഹീദായവർക്കൊഴികെ അവർക്കിതിനേക്കാളും പ്രതിഫലമുണ്ട്. അല്ലാതെ വെച്ച് നോക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. എന്താണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുന്നത്? ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത എന്താണ്? ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്വന്തം ജീവൻ, സ്വന്തം കുടുംബം എല്ലാം ത്യജിച്ച് അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവൻ സമർപ്പിക്കാൻ വേണ്ടി പോകുന്ന, പോരാട്ടത്തിനിറങ്ങുന്ന ജിഹാദ്, ആ ജിഹാദിനേക്കാളും ആ ഒരു സൽക്കർമ്മത്തിനേക്കാളും പ്രതിഫലം ഈ ദിവസങ്ങളിൽ 10 ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യലാണ് എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ ഒരു ചെറിയ മാറ്റം എന്താണ്? അങ്ങനെ ഒരാൾ യുദ്ധത്തിന് പോയിട്ട് അവിടെ ഷഹീദായി എന്ന് സങ്കല്പിക്കുക, എന്നാൽ അവർക്കാണ് നേട്ടം എന്ന് പറയുന്നു, കൂടുതൽ പ്രതിഫലം അവർക്കാണുള്ളത്. എന്നാലും നിങ്ങൾ നോക്കൂ, അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിനേക്കാളും മഹത്വം ഈ 10 നാളുകളിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിനാണെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എത്ര ശ്രേഷ്ഠതയുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇബാദത്തുകളിൽ സജീവമാകാം. എല്ലാ സൽക്കർമ്മങ്ങളും സമ്മേളിക്കുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര മഹത്വം വന്നത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ. നോക്കൂ, നമ്മൾ മറ്റേത് മാസങ്ങളെടുത്ത് നോക്കിയാലും മറ്റേത് ദിവസങ്ങളെടുത്ത് നോക്കിയാലും നിസ്കാരവും നോമ്പൊക്കെ അതിൽ നമുക്ക് കിട്ടും. പക്ഷേ ഹജ്ജ് കർമ്മവും ബലികർമ്മവും ഉൾക്കൊള്ളുന്ന എല്ലാ അമലുകളും ഉൾക്കൊള്ളുന്നത് ഈ ഒരു ദിവസങ്ങളിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്രയുമേൽ ശ്രേഷ്ഠതയുണ്ടായത്. നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കൂ, റമളാൻ എടുത്തു നോക്കാം, റമളാനിൻ്റെ പകലുകൾ എടുത്തു നോക്കൂ. റമളാനിൻ്റെ പകലിൽ നമുക്ക് നോമ്പനുഷ്ഠിക്കാം, അല്ലേ? നമുക്ക് സക്കാത്ത് കൊടുക്കാം, നമുക്ക് നിസ്കരിക്കാം, എല്ലാ കർമ്മങ്ങളും ചെയ്യാം. പക്ഷെ അവിടെ ഹജ്ജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ആ ഹജ്ജ് കർമ്മവും കൂടെ ഇങ്ങനെ ബലിദാനം ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫി ഹാദിഹിൽ അയ്യാമിൽ മുബാറക തജ്തമിഉ ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ഇബാദത്തുകളിൽ വെച്ച് ഉമ്മഹാത്ത് എന്ന് പറയപ്പെടുന്ന ഉമ്മമാരായ വളരെ മുഖ്യമേറിയ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് കൂടുന്നുണ്ട്. ഫയജ്തമിഉ ഫീഹ സ്വലാത്തു വസ്സിയാമു വൽ ഹജ്ജ് വസ്സദഖ, ഇങ്ങനെ തുടങ്ങി എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് ഈ മാസത്തിന്, ഈ ദിവസത്തിന്, ഈ 10 ദിനങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ദുൽഹിജ്ജ മാസത്തിലെ നോമ്പിനെ കുറിച്ചെടുക്കുകയാണെങ്കിൽ, ദുൽഹിജ്ജ മാസപ്പിറവി കണ്ട അന്നു മുതൽ ഇതാ 1 ആണെന്ന് മനസ്സിലാക്കിയ അന്നു മുതൽ ഇപ്രാവശ്യം ദുൽഖഅദ് 30 പൂർത്തിയാക്കിയിട്ട് ദുൽഹിജ്ജ 1 ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ദുൽഹിജ്ജ 1 പിറവി വന്ന അന്നു മുതൽ, നമ്മൾ മനസ്സിലാക്കിയ അന്നു മുതൽ ഇതാ ഇന്നത്തെ ദിവസം വരെ നോമ്പെടുത്തവരുണ്ട്. ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ നോമ്പെടുക്കുന്നവരുണ്ട്. നമ്മുടെ പരിചയത്തിലുള്ളവർ തന്നെയുണ്ട്. പലരും എത്ര ആരോഗ്യ ക്ഷീണമുണ്ടെങ്കിലും, എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും, ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങളും നോമ്പെടുക്കുന്ന എത്രയോ രോഗങ്ങളുള്ള ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരിലും തന്നെ പലരും നോമ്പുകാരായിട്ടാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അള്ളാഹു നമ്മുടെയൊക്കെ നോമ്പ് കബൂലാക്കട്ടെ. നമ്മൾ ഈ പറയുന്നത് കേൾക്കുന്നത് അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇതെവിടുന്ന് തുടങ്ങിയതാണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അവിടുത്തെ നമ്മുടെ ഉമ്മമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവിടുത്തെ ഭാര്യമാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അൻ ബഅദി അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു
യസൂമു തിസ്അ ദിൽഹിജ്ജ, ഹബീബായ തങ്ങൾ ദിൽഹിജ്ജയിലെ 9 ദിവസങ്ങളും നോമ്പെടുക്കാറുണ്ടായിരുന്നു. വയൗമ അശൂറാ, അശുറാഇൻ്റെ ദിനത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. ആ ഹബീബായ തങ്ങളുടെ ജീവിത ശൈലി മനസ്സിലാക്കിയിട്ടാണ് ദുൽഹിജ്ജ 9 ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പെടുക്കണം. തൗറാത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് 30 ദിവസം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പെടുത്തു. പിന്നീട് കഴിച്ച ഭക്ഷണം മൂലം വന്ന ആ ഒരു സ്മെല്ല് നീക്കാൻ വേണ്ടി വീണ്ടും 10 ദിവസം നോമ്പെടുത്തു. അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമായിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജയിലെ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പുകാരായിട്ടുള്ളവരുണ്ട്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. അതേപോലെ തന്നെ ആഷുറാഇൻ്റെയും തസുആഇൻ്റെയൊക്കെ നോമ്പെടുക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അറഫ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ നരകമോചനം ലഭിക്കുന്ന ദിവസമാണ് അറഫയുടെ ദിവസം. അന്നത്തെ എല്ലാ ദുആഇനും സ്വീകാര്യതയുണ്ട്. അത് അള്ളാഹു സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ മിൻ യൗമി അറഫ. ഒരു ദിവസവും ഇല്ല കേട്ടോ, മിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ. ഒരടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ ഒരുപാട് ആളുകളെ നരകമോചനം നൽകപ്പെടുന്നു. അങ്ങനത്തെ ഒരു ദിവസവുമില്ല മിൻ യൗമി അറഫ, അറഫ ദിവസമല്ലാത്ത മറ്റൊരു ദിവസവുമില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നത് ഖാല, മുത്തുനബി തങ്ങൾ പറഞ്ഞു, അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് അറഫയുടെ ദിവസം ചെയ്യുന്ന ദുആ ആണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അറഫയുടെ പ്രഭാതത്തിൽ നാം മജ്ലിസിൽ വെച്ച് പ്രത്യേകമായിട്ട് ഒരുമിച്ച് കൂടുന്നുണ്ട്. നിങ്ങളൊക്കെ വരണം. അന്നത്തെ ദിവസം റബ്ബിന് വേണ്ടി നമുക്ക് നമ്മുടെ സമയം ചെലവഴിക്കണം. നമ്മുടെ ആഖിറത്തിന് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വഅഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുൻകാലക്കാരായ അമ്പിയാക്കളുമൊക്കെ ചൊല്ലിയതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല എന്ന് തുടങ്ങുന്ന ദിക്റാണെന്നതിൻ്റെ ബാക്കി ഭാഗമായിട്ട് പറയുന്നു. അപ്പോൾ അറഫ ദിവസത്തിൻ്റെ ദുആഇന് വലിയ പ്രാധാന്യമുണ്ട്. അന്നത്തെ ദിവസം അള്ളാഹുവിനോട് നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സവിശേഷമേറിയ ദിവസമാണ്. ഒഴിവാക്കരുതേ, നഷ്ടപ്പെടുത്തരുതേ. തിരക്കുകൾ പല രൂപത്തിലും വരും, പക്ഷേ നമ്മൾ നമ്മുടെ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അറഫയുടെ നോമ്പ് ദുൽഹിജ്ജ 9 അറഫയുടെ ദിവസമാണ്. അന്നത്തെ ദിവസം നോമ്പെടുത്താൽ ആ നോമ്പെടുക്കുന്നവർക്ക് മറ്റൊരു പ്രതിഫലമുണ്ട്. നമ്മളത് മുമ്പ് പറഞ്ഞതാണ്, നിങ്ങളൊക്കെ അത് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. അറഫയുടെ സുന്നത്ത് നോമ്പിന് മറ്റൊരു സുന്നത്ത് നോമ്പിനും ഇല്ലാത്ത പ്രതിഫലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്നും മനസ്സിലാക്കിയിട്ട് മഹാന്മാർ നമ്മോട് വിശദീകരിക്കുന്നുണ്ട്. അൻ അബീ ഖതാദത റളിയല്ലാഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ, ഹബീബായ തങ്ങളോട് അറഫയുടെ നോമ്പിനെക്കുറിച്ച് ചോദിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യുകഫിറു സനത്തൽ മാളിയത വൽ ബഖിയാ, അത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന നോമ്പാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറഞ്ഞിട്ട്, ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നു. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷം പൊറുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷമാണ് അല്ലേ. മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് വർഷം ഉപയോഗിച്ച് പറയുന്നു, നമ്മൾ ഈ വർഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷം അല്ലാഹു പൊറുക്കും. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും അല്ലാഹു പൊറുക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്?
ഇത് മുഹദ്ദിസീങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ഈ ഹദീസിനെ വിശദീകരിച്ച്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കുന്നു, വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കണം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കണമല്ലോ. അങ്ങനെ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിച്ചിട്ട്, അങ്ങനെ ജീവിച്ച് അതിൽ ദോഷം ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ള അവസരമുണ്ടായിട്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആ ദോഷങ്ങൾ പുറത്തു നൽകുകയുള്ളൂ. അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കുക എന്ന് പറഞ്ഞതിൽ നിന്നും എന്ത് മനസ്സിലാകുന്നു? അടുത്തൊരു വർഷം അവൻ മരിക്കില്ല എന്ന് മനസ്സിലാകുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ച് മുഹമ്മദ് ദംയാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഫതുഹുൽ മുഈനിൻ്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഞാൻ എൻ്റെ സ്വന്തം ആശയം പറഞ്ഞതല്ല, ഞാൻ എൻ്റെ സ്വന്തം ചിന്തക്കനുസരിച്ച് പറഞ്ഞതല്ല, കിതാബുകളിലുള്ളതാണ്. വഫീ തക്ഫീരി ഹാദിഹി സന, വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുപ്പിക്കും എന്ന് പറഞ്ഞതിലുണ്ട് ഇഷാറത്തുൻ, സൂചനയുണ്ട്. എന്തിലേക്കുള്ള സൂചനയുണ്ട്? ഇലാ അന്നഹു ലാ യമൂതു ഫീഹാ, ആ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ മരണപ്പെടൂല എന്നുള്ളതിലേക്കുള്ള സൂചനയുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല ഖാല ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, വഹാദിഹി ബുശ്റാ ബിഹയാത്തിൻ, അവൻ വരാനിരിക്കുന്ന സനത്തിൻ മുഖ്ബിലത്തിൻ, വരാനിരിക്കുന്ന മുസ്തഖ്ബിലത്തിൻ, വരാനിരിക്കുന്ന ആ വർഷത്തിൽ അവൻ ജീവിക്കും എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ നോമ്പെടുക്കുന്നവർക്കുള്ളത്. അത് ഇതാരാണ് പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫദല്ലലി സ്വാഇമിഹി അലൽ ഹയാത്തി ഫിഹാ, വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിച്ചിരിക്കും എന്നുള്ളതിൻ്റെ മേൽ ഇതറിയിക്കുന്നുണ്ട്. ഇത് ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, ആ ഹബീബായ തങ്ങൾ വഹ്യു കൊണ്ടല്ലാതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കും എന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ ആയുസ്സിനെ നീട്ടിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ ദുനിയാവിനോട് മോഹം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ നമ്മളൊക്കെ ആയുസ്സിനെ നീട്ടിക്കിട്ടണമെന്ന് ദുആ ചെയ്യുന്നത് എന്തിനാ? എന്തായാലും മരിച്ചു പോകണം ഈ ദുനിയാവിലെന്ന്, എന്തായാലും ഒരു കാലത്ത് നമ്മളൊക്കെ മരണപ്പെട്ടു പോകുമെന്നുള്ളത് ഉറപ്പാണ്. ആ മരണപ്പെട്ടു പോകുന്നതിൻ്റെ മുമ്പ് പരലോകത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ? നമ്മൾ ഈ ഇതുവരെ ചെയ്ത ഇബാദത്തുകളൊക്കെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും നമുക്ക് സ്വർഗപ്രവേശം സാധ്യമാകാനുമുള്ള അത്രയും അമലുകളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ അടുത്ത് നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മളൊക്കെ നരകാവകാശികളിലായിരിക്കും. അള്ളാഹു നമുക്കൊക്കെ പുറത്തു നൽകി സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് പറഞ്ഞതിൽ അറഫ നോമ്പെടുക്കുന്നവർ അടുത്ത അറഫ വരെ മരിക്കില്ല, ജീവിച്ചിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയുണ്ട് എന്നുള്ളതാണ്. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ തഹ്ലീലുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം. മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിവസങ്ങളില്ല. വലാ അഹബ്ബു ഇലൈഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളും ഇല്ല. മിൻ അമലിൻ ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം, ഈ 10 ദിനങ്ങളെക്കാൾ അയ്യാമിൽ അശ്ർ, ഈ 10 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠതയേറിയ അമലുകൾ ഉൾക്കൊള്ളുന്ന മറ്റു ദിവസങ്ങളില്ല. അതുകൊണ്ട് ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തസ്ബീഹ്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലുകൾ ചൊല്ലുക, തക്ബീറുകൾ ചൊല്ലുക, തസ്ബീഹുകൾ ചൊല്ലുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പറയുന്നത് ബൈഹഖി അവിടെ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല കോടാനുകോടി ജനങ്ങൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ പരിശുദ്ധമായ കഅബയുടെ ഖില്ല പിടിച്ച് ദുആ ചെയ്യുകയാണ് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി. അവരുടെയൊക്കെ ദുആയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത്, നമ്മളൊക്കെ പലരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവർ അറഫ മൈതാനിയിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ, അവർ കഅബ കാണുന്ന സമയത്ത് ദുആ ചെയ്യുമ്പോൾ, അവർ ത്വാഫിൻ്റെ സമയത്ത് മനസ്സകങ്ങളിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ,
അവർ ഹജറുൽ അസ്വദിൻ്റെ സമീപത്ത് വെച്ച് ദുആ ചെയ്യുമ്പോൾ, അവർ പുണ്യമായ ഗേഹങ്ങളിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ അവരുടെ ദുആ സ്വീകരിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. ആ ദുആയിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യാമെന്ന് പറഞ്ഞു പോയവരുണ്ട്. നിങ്ങളോട് ഓരോരുത്തരോടും നിങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാമെന്ന് പറഞ്ഞു പോയവരുണ്ട്. ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് സ്വീകരിച്ചാൽ സാധുക്കളായ നമുക്കൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്നറിയണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നത്, ഖാല, മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജിന്, മബ്റൂറായ ഹജ്ജിന്, ഹജ്ജ് കർമ്മത്തിന് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല. അതാണ് ഹജ്ജിൻ്റെ പ്രതിഫലം. ആ അതിവിശിഷ്ടമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയാണ് അവരവിടെ എത്തിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് അവരുടെ ദുആകളിൽ ഉൾക്കൊണ്ട് വിജയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇബാദത്തുകളിൽ കൊണ്ട് സജീവമാകുക. അതേപോലെ തന്നെ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട അറഫ നോമ്പെടുക്കുക. അറഫ നോമ്പിൻ്റെ മഹത്വം നമ്മളൊക്കെ മനസ്സിലാക്കി. അതേപോലെ തന്നെ നിങ്ങളൊക്കെ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളായവരാണോ? ഉളുഹിയ്യത്ത് കർമ്മമൊക്കെ വളരെ ശക്തിയുള്ള സുന്നത്താണ്. അത് നല്ല ശക്തിയുള്ള സുന്നത്താണ്. അതിന് സാമ്പത്തിക ശേഷിയുള്ളവർ മാത്രമല്ല, ആർക്കെങ്കിലും ഉളുഹിയ്യത്തിന് കഴിവുണ്ടായിട്ട്, ഈ ഹദീസ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കി തരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ വജദ സഅ, ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായി അറവ് നടത്താൻ, അൻ യുളഹിയ, അവൻക്ക് അറവ് നടത്താൻ, ഫലം യുളഹി, എന്നിട്ട് അവൻ ഉളുഹിയ്യത്ത് അറുത്തില്ല, ഫല യഖ്റബന്ന മുസല്ലാന, എന്നാൽ അവർ നമ്മുടെ കൂടെ നിസ്കാരത്തിലേക്ക് അടുക്കരുത്, ഫലം യഹ്ലുർ മുസല്ലാന, പല റിവായത്തുകളുണ്ട്, അവൻ അതിലേക്ക് അടുക്കരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉളുഹിയ്യത്തുകളിലൊക്കെ പങ്കാളികളായവരുണ്ട്, അവരൊക്കെ പാലിക്കേണ്ട സുന്നത്തുകളുണ്ട്. അതൊക്കെ പരമാവധി പാലിച്ച് അതിൻ്റെ വിഷയങ്ങളിലേക്കൊക്കെ സജീവമായി ഇറങ്ങണം. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളിൽ പെട്ടതാണ് ഇത്തരം സന്ദർഭങ്ങൾ. ആ സമയങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതു സമയത്തും അള്ളാഹുവിനോട് ഇത്തരം ശ്രേഷ്ഠമേറിയ ദിനങ്ങളിലൊക്കെ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ദുആക്ക് അള്ളാഹു സ്വീകരിക്കാനും അള്ളാഹു നമ്മെ കബൂലാക്കാനും ഒക്കെ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവിടെ വർണ്ണവ്യത്യാസമില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ എന്ന വ്യത്യാസമില്ല, ആലിമെന്നോ പണ്ഡിതനെന്നോ പാമരനോ എന്ന വ്യത്യാസമില്ല. ഒരാൾ ഒരു വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു കോടീശ്വരൻ കാൽ വെച്ച, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടയാൾ, ഒരു ചെറിയ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു കറുത്ത വർഗ്ഗക്കാരനായ നീഗ്രോ വർഗ്ഗക്കാരൻ കാൽ വെച്ച കാൽപാദം മാറ്റിയ ഭാഗത്തായിരിക്കാം ഒരു പക്ഷേ കോടീശ്വരൻ അവൻ്റെ നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്കും വേർതിരിവില്ലാത്ത അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന അതിവിശിഷ്ടമായ പരിശുദ്ധമായ കർമ്മങ്ങളിലൊക്കെ സജീവമാകാൻ, അതിലൊക്കെ പങ്കാളികളാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപമോചനത്തിൻ്റെ വ്യാപ്തി കണ്ട് പിശാച് തലയിൽ മണ്ണ് വാരിയിടുന്ന ദിവസമാണ് അന്നത്തെ ദിവസം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്രമേൽ ഈമാനിൻ്റെ ഒരു അണുമണിക്കണികയുള്ളയാൾ, അവർക്ക് അറഫയുടെ ദിവസത്തെ ദുആ ഒഴിവാക്കാൻ കഴിയില്ല. അത്രയും പ്രത്യേകതയുള്ള വളരെ ശ്രേഷ്ഠമേറിയ സമയങ്ങളും ദിവസങ്ങളൊക്കെയാണ്. അന്നത്തെ ദിവസം പ്രധാനമായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്ർ കൂടെയാണ്. ഏത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുൻകാല അംബിയ ഒക്കെ ചൊല്ലിയതിൻ്റെ, മുൻകാലക്കാരൊക്കെ ചൊല്ലിയതിൽ വെച്ച് ഏറ്റവും ഖൈറായത്
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ആ സവിശേഷമേറിയ ദിക്റാണെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം നമുക്ക് ഹയാത്താക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ രോഗങ്ങൾ പറഞ്ഞിട്ട്, കടങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഈ ഹജ്ജും വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകളൊക്കെ വളരെ സവിശേഷമേറിയ സംസം വെള്ളം ഉൾപ്പെടെയുള്ളതൊക്കെ കൊണ്ടുവരും. സംസം വെള്ളം അത് രോഗശിഫായിൻ്റെ വെള്ളമാണ്, നമുക്കൊക്കെ അറിയാം അല്ലേ? അതുകൊണ്ട് തന്നെ അത് വളരെ ആത്മാർത്ഥമായിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ നെവർ മൈൻഡാക്കി വെക്കാതെ അത് നമ്മൾ രോഗശിഫായിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടത് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫലം അത് കാരണമായിട്ട് ലഭിക്കും, ശിഫ ലഭിക്കും. അത് കഴിഞ്ഞ് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് കിട്ടും. ഈ ഹജ്ജിൻ്റെ വിഷയമൊന്നും ഒരിക്കലും നെവർ മൈൻഡാക്കരുത്. ഈ സമയത്താണ് അത് പറയാൻ പറ്റുക എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. സാമ്പത്തികമായ ശേഷി ഉണ്ടായിരിക്കെ അത് ഹജ്ജ് ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അത് ചെയ്യാതെ മരണപ്പെടാൻ, അത് ചെയ്യാതെ കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോകുന്നത് വളരെ ഗുരുതരമായ വിഷയമാണ്. അത് സാമ്പത്തികമായിട്ട് ക്യാഷായിട്ട് നമ്മുടെ കയ്യിൽ വേണം എന്ന് നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ അല്ലാതെ തന്നെ നമുക്ക് കീഴിൽ ഒരുപാട് ഭൂമികളുണ്ടാകും. ആ ഭൂമിയൊക്കെ വിറ്റാൽ അവനക്ക് ഹജ്ജിന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് ഹജ്ജിനുള്ള ഇസ്തിത്വാഅത്ത് അവന് കഴിവുണ്ട്, അതുകൊണ്ട് അവന് പോകണം. അല്ലാത്തവരെക്കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫൽ യമുത്ത് യഹൂദിയൻ ഔ നസ്റാനിയൻ, അവൻ യഹൂദിയായിട്ടോ നസ്രാനിയോ ആയിട്ട് മരണപ്പെടട്ടെ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി താക്കീത് നൽകിയിട്ടുണ്ട്. ഹജ്ജിൻ്റെ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ മരണപ്പെടുന്നവർക്ക്. അപ്പോൾ കറൻസി ആയിട്ട് തന്നെ നമ്മുടെ കയ്യിൽ അതിൻ്റെ സാമ്പത്തിക ശേഷി വേണമെന്നില്ല. ഭൂസ്വത്തായിട്ടോ കച്ചവട സ്വത്തായിട്ടൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ഒരു വലിയ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളുണ്ട്. മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാൾ ഈ ഐഫോണൊക്കെ സെയിലാക്കുന്ന അതിന് മാത്രമുള്ള ഷോറൂമുകൾ സ്വന്തമായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ നിൽക്കുന്ന സ്റ്റാഫിനെ കുറിച്ചല്ല പറയുന്നത്. അതിൻ്റെ ഓണർ, അവരൊക്കെ സാമ്പത്തിക ശേഷി അവരുടെ കയ്യിൽ കച്ചവടച്ചരക്കായിട്ട് അവരുടെ കയ്യിൽ അതവർക്ക് വിൽക്കാനുള്ള കച്ചവടച്ചരക്കായിട്ട് കച്ചവട വസ്തുവായിട്ടുണ്ടെന്ന് വെക്കുക. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെക്കുക. ചിന്തിക്കണം അതിനെക്കുറിച്ചൊക്കെ. നമ്മൾ അത്യാവശ്യമായിട്ട് നമുക്ക് മാറ്റിവെക്കേണ്ടതൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് ഇത്ര ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഭൂമിയായിട്ടാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വിഷയത്തിലൊക്കെ ഗൗരവത്തിൽ കാണണം. നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ഉളഹിയത്തും അതേപോലെ തന്നെ ശക്തമായ സുന്നത്താണ്. അത് ബലിപെരുന്നാളിൻ്റെ അന്നു രാത്രിയിലും തൻ്റെ ആശ്രിതരുടെയും ചെലവ് കഴിഞ്ഞ് ഒരു മൃഗത്തെയോ ഒട്ടകം, മാട് പോലെയുള്ളതിൽ 1/7 പണം കറൻസിയായോ മറ്റൊക്കെ നൽകാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന് ഉളഹിയത്ത് ശക്തമായ സുന്നത്താണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായിട്ട് അവിടെയും പറഞ്ഞിട്ടുണ്ട് ഫലാ യഖറബന്ന മുസല്ലാന. അങ്ങനെ മൻ വജദ സഅ, അവനക്ക് കഴിവുണ്ടായിട്ടവൻ ഉളുഹിയ്യത്ത് അറുത്തിട്ടില്ല എങ്കിൽ അവന് നമ്മുടെ കൂടെ നിസ്കരിക്കാൻ വരണ്ട, അടുത്തു പോകരുത് എന്ന് ഹബീബായ തങ്ങൾ താക്കീതായി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.